അകത്തേക്ക് വന്ന മീനാക്ഷിയെയും പെരുമാളിനെയും കണ്ട് യാമി അമ്പരന്നു. പെരുമാളിൻ്റെ കണ്ണിലെ ആകുലത കണ്ട് യാമിയുടെ കണ്ണു നിറഞ്ഞു. അപ്പാ, അവളുടെ ചുണ്ടുകളിൽ പൊഴിഞ്ഞ ശബ്ദം അയാൾ കേട്ടിരുന്നു. കണ്ണ, എന്താടാ പനിയൊക്കെ? അയാൾ അവളുടെ അടുത്തായിരുന്നു കൊണ്ട് കൈകളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. മറുപടി പറയാതെ അവൾ അയാളുടെ മുഖത്തേക്ക് മിഴികൾ നട്ടിരുന്നു. പനി കുറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? മീനാക്ഷി അവളെ തൊട്ടുനോക്കി മായയോട് ചോദിച്ചു. ഉവ്വ്, കുറവുണ്ട്. രാത്രി തീ പോലെ ആയിരുന്നുവെന്നാണ് ദേവൻ പറഞ്ഞത്. മായ പറഞ്ഞത് യാമിയും ശ്രദ്ധിച്ചു. ദേവനെ പുറത്തു വെച്ച് കണ്ടിരുന്നു. ക്യാൻറ്റീനിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. മീനാക്ഷി മായയോടായി പറഞ്ഞു. പനി നന്നായിട്ട് കുറഞ്ഞതിനാൽ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്തു. സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന മായയുടെ അടുത്തായി മീനാക്ഷി ഇരുന്നു. മായേ, യാമിയെ ഞങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ? 2 ദിവസം കഴിഞ്ഞു വിടാം. മീനാക്ഷി പ്രതീക്ഷയോടെ ചോദിച്ചത് കേട്ട് മായ യാമിയെ നോക്കി. അവളും അവരുടെ മറുപടി അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അതിനിപ്പോൾ എന്താ മീനാക്ഷി, അവൾക്കും ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ദേവനോട് സംസാരിക്കാം. മായ പറഞ്ഞത് കേട്ട് മീനാക്ഷിയുടെ മനസ്സ് നിറഞ്ഞു. അവർ വിടർന്ന മുഖവുമായി യാമിയെ നോക്കി. തൻ്റെ മകളുടെ ഭാഗ്യമാണ് ഈ കുടുംബം. അവരുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുടികൊട്ടി. റൂമിലേക്ക് കയറാനായി വന്ന ദേവൻ ഇതെല്ലാം കേട്ടിരുന്നു. അവൻ്റെ കണ്ണുകൾ ബെഡിലായിരിക്കുന്ന യാമിയിൽ പതിഞ്ഞു. മറ്റെന്തോ ചിന്തയിലായിരുന്നു അവൾ. അവളെ വീട്ടിലേക്ക് വിടുന്നതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അകത്തേക്ക് കയറാതെ അവൻ തിരിഞ്ഞു നടന്നു. വരാന്തയിലൂടെ നടക്കുമ്പോൾ കണ്ടു തനിക്കെതിരെ നടന്നു വരുന്ന പെരുമാളിനെ. മായ ദേവനോട് യാമിയെ വീട്ടിലേക്ക് വിടുന്നതിനെപ്പറ്റി സംസാരിച്ചു. അമ്മയോട് എതിർക്കാൻ കഴിയാത്തതുകൊണ്ടും അവൾ അത് ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടും അവന് സമ്മതിക്കേണ്ടി വന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടും തന്നെ അവളൊരു നോട്ടം കൊണ്ടുപോലും പരിഗണിക്കുന്നില്ല എന്നത് അവനെ വീണ്ടും വിഷമിപ്പിച്ചു. ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പെരുമാളിന്റെ നെഞ്ചോട് ചേർന്ന് നടന്നു പോകുന്ന അവളെ നോക്കി അവൻ നിന്നു. ഉമ്മറപ്പടിയിൽ തന്നെ ദച്ചു കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങുന്ന അവളെ കണ്ട് ദച്ചു അവളുടെ അടുത്തേക്ക് വന്നു. ദച്ചുവിനെ കണ്ടിട്ട് ഒരുപാട് നാളായിരുന്നു. അതിൻ്റെ പരിഭവം ദച്ചുവിൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. അവളെയും കൂട്ടി അകത്ത് കയറുമ്പോഴും ദച്ചുവിൻ്റെ മുഖത്തെ ഭാവം മാറിയിരുന്നില്ല എന്ന് കണ്ട് യാമിക്ക് ചിരി വന്നു. താഴത്തെ മുറി അവൾക്കായി ശരിയാക്കിയിരുന്നു. വിശ്രമിക്കാനായി ബെഡിലേക്ക് കിടക്കുമ്പോഴും കണ്ടു ചുണ്ടു കൂർപ്പിച്ച് അടുത്തിരിക്കുന്ന ദച്ചുവിനെ. രാത്രി കഞ്ഞി കുടിക്കുമ്പോഴും ദച്ചു അടുത്ത് തന്നെ ഇരുന്നു. എന്താടി നിന്റെ പ്രശ്നം? യാമി അവളോടായി ചോദിച്ചു. ഓ, എനിക്കെന്ത് പ്രശ്നം? ദച്ചു പറഞ്ഞത് കേട്ട് യാമി കഞ്ഞി കുടിക്കുന്നത് നിർത്തി. ദച്ചു, നിന്നെ കാണാൻ മനഃപൂർവ്വം വരാത്തതല്ല. ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിരക്കായിപ്പോയി. എന്നാലും അന്ന് വന്നിട്ട് എന്നെ കാണാതെ നിൽക്കാതെ പോയി കളഞ്ഞില്ലേ? എനിക്ക് എത്ര വിഷമമായെന്നോ? ദച്ചു കൊച്ചുകുട്ടികളെ പോലെ അവളെ നോക്കി പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇന്ന് വന്നത്. ദേ, ഇനിയും നീ പിണങ്ങിയില്ല, ഞാൻ കഞ്ഞി കുടിക്കില്ല. യാമി കഞ്ഞിപ്പാത്രം മാറ്റിവെച്ച് പരിഭവം നടിച്ചു പറഞ്ഞു. അമ്പടി ചേച്ചി, എനിക്കൊരു പിണക്കവും ഇല്ല. നീ കഞ്ഞി കുടിക്ക്. പാത്രം അവളുടെ അടുത്തേക്ക് നീക്കിവെച്ച് ദച്ചു പറഞ്ഞത് കേട്ട് അത്രയും നേരം അവരെ ശ്രദ്ധിച്ചിരുന്ന പെരുമാളും മായയും ചിരിച്ചുപോയി. മെഡിസിനൊക്കെ ഉള്ളതുകൊണ്ട് യാമി അന്ന് നേരത്തെ ഉറങ്ങിയിരുന്നു. ഇതേ സമയം വടക്കിടത്ത് ദേവൻ അസ്വസ്ഥനായ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളെ കാണണം, കണ്ടേ പറ്റൂ. ഫോൺ വിളിക്കാൻ പറ്റില്ല, കാരണം ഫോൺ ഇവിടെ ഇരിക്കുകയാണ്. എന്തു ചെയ്യും? അവൻ ഒരു നിമിഷം ആലോചിച്ചു. ശേഷം ടേബിളിലിരുന്ന് അവളുടെ ഫോണും എടുത്ത് താഴേക്ക് നടന്നു. നീ ഈ നേരത്തിൽ എവിടെ പോകുന്നു? സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അവനെ കണ്ട് മായ ചോദിച്ചു. അത് അമ്മേ, യാമിയുടെ ഫോൺ. അത് ഞാൻ നാളെ പോകുമ്പോൾ കൊടുക്കാം. അമ്മ പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ നിന്നു. കുറച്ചു സമയം അതേ നിൽപ്പ് തുടർന്നതിന് ശേഷം അവൻ തിരികെ മുറിയിലേക്ക് നടന്നു. തറയിലേക്കിരുന്ന് അവൻ കട്ടിലിൽ തല വെച്ച് കിടന്നു. ഇത്രയും നാൾ അവളോട് ചെയ്തു കൂട്ടിയതെല്ലാം ആലോചിച്ച് അവൻ്റെ ഉള്ളം നീറി തുടങ്ങി. കണ്ണിൽ നിന്ന് നീർമണികൾ പൊഴിഞ്ഞിറങ്ങി. തലയിൽ ഒരു കരസ്പർശം അറിഞ്ഞാണ് അവൻ മുഖമുയർത്തിയത്. അടുത്തിരിക്കുന്ന മായയെ കണ്ട് അവൻ്റെ ഉള്ളം തണുത്തു. എന്താടാ, എന്താ നിനക്ക് പറ്റിയത്? അവൻ്റെ നനഞ്ഞ മിഴികൾ കണ്ട് അവർ അത്ഭുതത്തോടെ ചോദിച്ചു. അവരുടെ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. നിറഞ്ഞ മിഴികളുമായി അവരുടെ മടിയിലേക്ക് വീണുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി. ഇത്രയും ദിവസം അവളോട് ചെയ്തതൊക്കെ. ദേവൻ പറഞ്ഞതെല്ലാം കേട്ട് തരിച്ചിരിക്കുകയാണ് മായ. അവർക്ക് എന്തു പറയണമെന്ന് പോലും അറിയാതെയായി. വാക്കുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന അമ്മയെ നോക്കി ദേവൻ ഇരുന്നു. ഒരിക്കലും അവൻ അറിയരുതെന്ന് പ്രാർത്ഥിച്ചിരുന്ന കാര്യം അവൻ അറിഞ്ഞിരിക്കുന്നു. ഇത്രയുമൊക്കെ സഹിച്ചാണോ അവൾ ഇവിടെ നിന്നത്? മായയുടെ കണ്ണുകൾ പെയ്യാൻ തുടങ്ങി. തെറ്റാണ്, വലിയ തെറ്റാണ് നീ ചെയ്യുന്നത്. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മായ പറഞ്ഞതിന് മറുപടിയില്ലാതെ അവനിരുന്നു. അയാൾ ചെയ്തതിന് ആ കുട്ടി എന്തു പിഴച്ചടാ?
നിനക്ക് ചിന്തിക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടു പോയോ? അച്ഛൻ പോലും അയാളോട് ക്ഷമിച്ചു, പിന്നെ നിനക്കെന്താ? മായയിൽ നിന്ന് ഉയർന്ന ചോദ്യം അവൻ സ്വയം ചോദിച്ചു. അവൾ എന്തു ചെയ്തു? അവൾ അറിഞ്ഞിട്ടുകൂടിയില്ലാത്ത കാര്യമാണ്. ഈ ചോദ്യം എത്രയോ പ്രാവശ്യം താൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. ഉത്തരമില്ലാത്ത സമസ്യ പോലെ തൻ്റെ ഉള്ളിൽ ഈ ചോദ്യം നിലകൊള്ളുന്നുണ്ട്. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു മോനെ? ആ കുട്ടിയുടെ അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നീ? ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുമ്പോഴുള്ള വേദന അതെന്തുമാത്രം അനുഭവിക്കുന്നുണ്ടാവും. വാക്കുകൾക്കൊപ്പം മായയുടെ കണ്ണുകൾ വീണ്ടും പെയ്തു. നമ്മുടെ ദേവുവിനാണ് ഇങ്ങനൊരു അവസ്ഥയെങ്കിൽ നീ സഹിക്കുമോ ദേവ? അമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും അവൻ്റെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. മായയുടെ കണ്ണുനീർ കാണുന്തോറും അവൻ്റെ ഹൃദയം കീറി മുറിയുന്നത് പോലെ തോന്നി. മോനെ, തെറ്റിദ്ധരുത്താൻ ഇനി സമയമുണ്ട്. എല്ലാം സഹിച്ച് ഒന്നും പുറത്തറിയിക്കാതെ അവൾ കഴിഞ്ഞത് അത് നിനക്ക് വേണ്ടിയാണ്. അതിനിയും നീ കാണാതെ പോകരുത്. അമ്മയ്ക്ക് അതാണ് പറയാനുള്ളത്. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞെഴുന്നേറ്റു. നിന്റെ ഉള്ളിലെ പകയും ദേഷ്യവും അവളുടെ പ്രണയത്താൽ അലിച്ചു കളയാൻ കഴിയട്ടെ. അവർ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനിൽ സമാധാനം നിറയുന്നതായി തോന്നി. അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്, തനിക്ക് വേണ്ടിയാണ്. എല്ലാം എത്ര വട്ടം അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിലെ പ്രണയം അടക്കി വയ്ക്കാൻ ഇനിയും കഴിയില്ല. അവളുടെ പിണക്കവും അവഗണനയും മാറ്റിയെടുക്കണം. എങ്ങനെയെന്നത് ഒരു വലിയ ചോദ്യമായി മുന്നിൽ തെളിഞ്ഞു. മായയുടെ ചിന്തകളിൽ യാമി നിറഞ്ഞു നിന്നു. ദേവുവിനെ പോലെ ഒരു പെൺകുട്ടി തൻ്റെ മകൻ കാരണം പ്രണയിച്ച പുരുഷനുമായുള്ള ജീവിതം സ്വപ്നം കണ്ടു വന്നതായിരിക്കില്ലേ? അവളുടെ ജീവിതം ഈ വിധത്തിലാക്കിയത് തൻ്റെ മകനാണ് എന്നോർക്കുമ്പോഴൊക്കെ മായയിൽ അസ്വസ്ഥത നിറഞ്ഞു. ഭാരമേറിയ ചിന്തകൾ കാരണം അന്നത്തെ രാത്രി അവർക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് കുറച്ചു വൈകിയാണ് അവൾ എഴുന്നേറ്റത്. പനിയും ക്ഷീണവും പൂർണ്ണമായി വിട്ടുമാറിയിരുന്നു. എന്നാലും മീനാക്ഷി അവൾക്ക് പൂർണ്ണ വിശ്രമം പ്രഖ്യാപിച്ചു. യാമി ഉള്ളതുകൊണ്ട് ദച്ചു ഒന്ന് ക്ലാസ്സിന് പോയില്ല. രണ്ടുപേരും യാമിയുടെ മുറിയിൽ കത്തിയടിച്ചിരുന്നു. മോളെ ചേച്ചി, എങ്ങനെയുണ്ട് ലൈഫൊക്കെ? എല്ലാവരുടെയും സ്ഥിരം ചോദ്യമായതുകൊണ്ട് ദച്ചു ചോദിച്ചപ്പോഴും മറുപടിയായി അവൾ പുഞ്ചിരിച്ചു. എന്തു പറയാൻ, അവൾക്ക് പുച്ഛം തോന്നി. ദച്ചു, താഴെ നിന്നുള്ള വിളി കേട്ട് ദച്ചു മുറിയുടെ പുറത്തേക്കിറങ്ങി. പിറകെ യാമിയും. പടികേറി വരുന്ന ദേവുവിനെ കണ്ട് ദച്ചു ചിരിച്ചു. ദച്ചുവിന് പിറകിലായി നിൽക്കുന്ന യാമിയെ കണ്ട് ദേവു അടുത്തേക്ക് നടന്നു. ആഹാ, ഉഷാറായല്ലോ, വാ നമുക്ക് വീട്ടിൽ പോവാം. ദേവു പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ദച്ചു അവളുടെ മറ്റേ കയ്യിലായി പിടിച്ചു. യാമി രണ്ടുപേരെയും മാറി മാറി തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ ഒരു പിടിവലി? അവളുടെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ടാണ് മായ വന്നത്. മായയെ കണ്ട് രണ്ടുപേരുടെയും കൈകൾ അയഞ്ഞു. യാമി ആ ഗ്യാപ്പിൽ മായയുടെ അടുത്തേക്ക് നടന്നു. യാമിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ മായയുടെ ഉള്ളിൽ വേദന നിറഞ്ഞു. തന്നെ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്ന മായയെ കണ്ട് യാമി അത്ഭുതപ്പെട്ടു. എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? യാമി ചോദിച്ചത് കേട്ടാണ് അവർ സ്വബോധത്തിലേക്ക് തിരികെ എത്തിയത്. ഏയ് വെറുതെ, പനിയൊക്കെ മാറിയില്ലേ? അവർ അവളെ തൊട്ടു നോക്കി പറഞ്ഞു. നമുക്ക് ചേച്ചി ഇപ്പം തന്നെ കൊണ്ടുപോകാമേ? ദേവു ദച്ചുവിനെ നോക്കി ചോദിച്ചു. ദച്ചുവിൻ്റെ വാടിയ മുഖം മായയും ശ്രദ്ധിച്ചു. എന്തിന്? മോൾ 2 ദിവസം കൂടി കഴിഞ്ഞു വന്നാൽ മതി. മായ അവളെ നോക്കി പറഞ്ഞത് കേട്ട് ദച്ചുവിൻ്റെ മുഖം വിടർന്നു. മോളുടെ ഫോൺ ദേവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ, അവൻ താഴെയുണ്ട്. മായ പറഞ്ഞിട്ട് താഴേക്ക് നടന്നു. ഫോൺ ഇല്ലേലും സാരമില്ല, അയാളുടെ അടുത്ത് പോയി വാങ്ങിക്കുന്ന പ്രശ്നമേ ഇല്ല. അവൾ തീരുമാനിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. ജനാലയിലൂടെ പുറത്തേക്ക് മിഴിനട്ടിരിക്കുകയാണ് അവൾ. ദേവുവും ദച്ചുവും താഴേക്ക് പോയിരുന്നു. ദേവനെ കാണേണ്ടി വന്നാലോ എന്ന് കരുതി അവൾ താഴേക്ക് പോയിരുന്നില്ല. റൂമിന് പുറത്തായി നിഴലനക്കമറിഞ്ഞ് അവൾ മിഴികൾ പായിച്ചു. വാതിൽപ്പടിയിൽ നിൽക്കുന്ന ദേവനെ കണ്ട് ആദ്യം അവളൊന്ന് പതറിയിരുന്നു. എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ മിഴികൾ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നട്ടു. അവൻ അകത്തേക്ക് നടന്ന് ബെഡിലിരുന്നു. അവളിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കുറച്ചുനേരം അവിടെ അവരുടെ നിശ്വാസങ്ങൾ മാത്രം നിറഞ്ഞു നിന്നു. പനി കുറവുണ്ടോ? നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മിഴികൾ മാറ്റാതെ തന്നെ അവൾ മറുപടി അറിയിച്ചു. മെഡിസിൻ കഴിച്ചോ? അവളുടെ പ്രതികരണത്തിൽ മാറ്റമൊന്നുമില്ല എന്നറിഞ്ഞ് അവൻ വേദനിച്ചു. വീട്ടിലേക്ക് വരുന്നില്ലേ? അത് ചോദിക്കുമ്പോൾ അവൻ്റെ സ്വരം നേർത്തുപോയിരുന്നു. അതിന് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ ഫോൺ ടേബിളിൽ വെച്ചതിന് ശേഷം അവൻ റൂമിൽ നിന്നിറങ്ങി താഴേക്ക് നടന്നു. അവൻ പോയി എന്നുറപ്പ് വരുത്തിയതിനു ശേഷം യാമി ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അവളുടെ നിശബ്ദത അവനെ തകർത്തെറിയുന്നത് പോലെ തോന്നിയിരുന്നു. ആകെ ഒരു മരവിപ്പ്. അവളൊന്ന് ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇത്രയും വിഷമം വരില്ലായിരുന്നു.
തിരികെയുള്ള യാത്രക്കിടയിൽ അവൻ മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. അന്ന് വൈകുന്നേരവും രാത്രിയും പിറ്റേന്നും ഒക്കെയായി അവളുടെ ഫോണിൽ ദേവന്റെ മിസ്ഡ് കോളുകൾ നിറഞ്ഞു. അവന്റെ പേര് ഡിസ്പ്ലേയിൽ തെളിയുന്നത് നോക്കി ഇരുന്നതല്ലാതെ അവൾ അതൊന്നും അറ്റൻഡ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞ് പെരുമാളും മീനാക്ഷിയും കൂടി അവളെ വടക്കടത്തേക്ക് കൊണ്ടാക്കിയിരുന്നു. നിറകണ്ണുകളുമായി നിൽക്കുന്ന ദച്ചുവിനെ കളിയാക്കിക്കൊണ്ട് അവൾ യാത്ര പറഞ്ഞിറങ്ങി. കാറിൽ കയറിയിരുന്ന് ദച്ചുവിനെ കൈവീശി കാണിക്കുമ്പോൾ അവളുടെ കണ്ണിൽ പൊടിഞ്ഞ നീർത്തുള്ളികൾ ആരും കാണാതെ തുടച്ചു മാറ്റി. അവൾ വന്ന സമയം തൊട്ട് കിച്ചൂട്ടന്റെ പിറകെ നടക്കുകയാണ്. ഇത്രയും നേരമായി അവളോട് മിണ്ടാൻ പോയിട്ട് ഒന്ന് നോക്കുന്നത് പോലുമില്ലവൻ. അവസാനം അവനെ ബലമായി പിടിച്ചു നിർത്തി. സോറി കിച്ചൂട്ടാ, അവൾ കൈകൾ ചെവിയിലായി പിടിച്ചുകൊണ്ട് ഏത്തമിടുന്നത് പോലെ പറഞ്ഞു. പരിഭവം നിറഞ്ഞ കണ്ണുകളും കൂർത്ത ചുണ്ടുകളുമായി നിൽക്കുകയാണ് അവൾ. സോറി, ആമയ്ക്ക് ഉവാവ് വന്നുകൊണ്ടല്ലേ, ഇനി കൊച്ചുട്ടിനെ കൂടാതെ പോവില്ല കേട്ടോ, അവൾ വീണ്ടും പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. പ്രോമിസ്? അവൾക്ക് നേരെ കുഞ്ഞിക്കൈ നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചത് കേട്ട് അവൾ ചിരിയോടെ അവന്റെ കൈവെള്ളയിൽ മുത്തമിട്ടു. പ്രോമിസ് പറഞ്ഞുകൊണ്ട് അവനെയും എടുത്തവൾ ഹാളിലേക്ക് നടന്നു. ഇതെല്ലാം കണ്ടു നിന്ന ദേവന്റെ ചുണ്ടിൽ പരിഭവം നിറഞ്ഞു. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് നടുമുറ്റത്തിന്റെ അടുത്തായി യാമിയുടെ ശബ്ദം കേട്ടത്. കിച്ചൂട്ടന്റെ പരിഭവം മാറ്റുന്ന അവളെയും നോക്കി അവൻ നിന്നുപോയി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലേ ആവോ, അവൻ ആലോചിച്ചുകൊണ്ട് അവരുടെ പിറകെയായി നടന്നു. രാത്രി അവളോട് സംസാരിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് ദേവൻ. ആഹാരം കഴിച്ചു കഴിഞ്ഞ് അവൻ നേരത്തെ റൂമിലേക്ക് വന്നു. അധികം വൈകാതെ തന്നെ അവളും റൂമിലേക്ക് വന്നിരുന്നു. ബെഡിലായിരിക്കുന്ന അവനെ നോക്കാതെ അവൾ വാഷ്റൂമിലേക്ക് കയറി. അവൾ തിരികെ ഇറങ്ങാനായി അവൻ കാത്തിരുന്നു. അവൾ മൈൻഡ് ചെയ്യില്ല, എന്നാലും പിടിച്ചു നിർത്തി സംസാരിക്കണം അവൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിൽ സിദ്ധാർത്ഥ് എന്ന നെയിം കണ്ട് അവനിൽ ചോദ്യമുയർന്നു. ഇതാരാ? ഇങ്ങനെയൊരാളെ കുറിച്ച് അവൾ പറഞ്ഞിട്ടില്ലല്ലോ. അവൻ ആലോചിച്ചു നിന്ന സമയത്തിനുള്ളിൽ അവൾ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഫോൺ എടുത്തിരുന്നു. തൊട്ടടുത്ത് ആലോചിച്ചു നിൽക്കുന്ന ദേവനെ ഒന്ന് നോക്കി അവൾ സംസാരിച്ചു തുടങ്ങി. ആ സിദ്ധു, അതൊക്കെ മാറി, ഇപ്പോൾ ഓക്കെയാണ്. ഇടം കണ്ണാൽ ദേവനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ സംസാരിച്ചു. അവന്റെ മുഖത്തെ ചോദ്യഭാവം മാറി അവിടെ മറ്റെന്തോ ഭാവം വിരിയുന്നത് അവൾ ശ്രദ്ധിച്ചു. ഷുവർ, നാളെ തൊട്ട് വരും. ഓക്കെ സിദ്ധു, ബൈ, ഗുഡ് നൈറ്റ്. അവൾ ഫോൺ കട്ട് ചെയ്ത് ടേബിളിൽ വെച്ചതിന് ശേഷം ഉറങ്ങാനായി കിടന്നു. ദേവൻ ആലോചനയിൽ നിന്ന് മുക്തനായിരുന്നില്ല. ഉറങ്ങാൻ കിടക്കുമ്പോഴും അവന്റെ മുഖത്തെ ഭാവം ഒപ്പിയെടുക്കാൻ അവൾ മറന്നില്ല. അവളോട് സംസാരിക്കാനായി തീരുമാനിച്ചിരുന്നതെല്ലാം മറന്ന് അവൻ മറ്റു പലതും ചിന്തിച്ചു. സമാധാനമില്ലാതെ അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറങ്ങാനാവാതെ കിടക്കുകയാണ് അവൻ. ഒന്ന് ആലോചിച്ചതിനു ശേഷം സുഖമായി ഉറങ്ങുന്ന അവളെ ഒന്ന് നോക്കി അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു. അവൾക്ക് നേരെ കിടന്നുകൊണ്ട് പതിയെ അവളുടെ കവിളിലായി തഴുകി. അവന്റെ വിരലുകളുടെ തണുപ്പ് ഉറക്കത്തിലും അവൾ അറിഞ്ഞിരുന്നു. അതിന്റെ ഫലമായി അവളൊന്ന് കുറുകിക്കൊണ്ട് അവന്റെ കഴുത്തിടുക്കിലേക്ക് ചേർന്ന് കിടന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ ദേവന്റെ കരവലയത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് അവൾ വിട്ടുമാറിയത്. ബാത്റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവളിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ഫ്രഷായി പുറത്തേക്കിറങ്ങുമ്പോൾ ദേവൻ ഉണർന്നിരുന്നു. സാധാരണ പോലെ അവൾ നേരെ താഴേക്ക് നടന്നു. അവൾ പിടിതരുന്നില്ലെന്നുള്ള വാശിയിലാണ് എന്നവന് മനസ്സിലായി. എന്തേലും വളഞ്ഞ വഴി പ്രയോഗിക്കേണ്ടി വരും, അവൻ നെടുവീർപ്പോടെ മനസ്സിൽ കുറിച്ചു. കോളേജിലേക്ക് പോകുന്നതിനിടയിലും അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. അറിയാതെയെങ്കിലും അവ തൻ്റെ മിഴികളുമായി ഒന്ന് കോർത്തിരുന്നെങ്കിൽ എന്നവൻ അതിയായി ആഗ്രഹിച്ചു. ഡോർ വലിച്ചടിച്ചുകൊണ്ട് നടന്നു പോകുന്ന അവളെ നോക്കി പ്രതീക്ഷയോടെ അവൻ ഇരുന്നെങ്കിലും ഒരു ഉപയോഗവും ഉണ്ടായില്ല. 2 ദിവസം ലീവായിരുന്നതിനാൽ അവൾക്ക് ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ടായിരുന്നു. അന്നു മുഴുവൻ അവൾ തിരക്കിലായിരുന്നു. ഭവ്യയും അവളും കൂടി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനിടയിൽ അവൾക്ക് നേരെ പാറി വീഴുന്ന സിദ്ധുവിൻ്റെ നോട്ടത്തിൽ അവൾക്ക് നേരിയ പന്തികേട് തോന്നി തുടങ്ങി. ഇനി ഇതും കൂടി ഞാൻ താങ്ങില്ല ദേവി, അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യാമി, ഇവരിത് എന്തു ഭാവിച്ചാണ്? ഭവ്യ ചോദിച്ചത് കേട്ട് അവൾ ദയനീയമായി ഒന്ന് നോക്കി. നീ മാരീഡ് ആണെന്ന് അവൻ അറിയില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അവൾ എഴുതിക്കൊണ്ടിരുന്ന ടീച്ചേഴ്സ് നോട്ട് മാറ്റിവെച്ച് തലയിൽ കൈവച്ചിരുന്നു. അവരെ ലക്ഷ്യമാക്കി വരുന്ന സിദ്ധുവിനെ കണ്ട് ഭവ്യ മുരടനക്കി. ഭവ്യയുടെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കിയ യാമി കണ്ടത് അവർക്ക് നേരെ നിൽക്കുന്ന സിദ്ധുവിനെയാണ്. ഭവ്യ പതിയെ അവളുടെ സീറ്റിലേക്ക് നടന്നു. എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അവൻ അവൾക്ക് നേരെയുള്ള ചെയറിലിരുന്ന് ചോദിച്ചു. ഏയ്, എല്ലാം കംപ്ലീറ്റ് ആയി, അവൾ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നുന്നു. അവൻ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോടെ പുരികം ചുളിച്ചു.
കോളേജിലെ വായാടിപ്പെണ്ണിൽ നിന്ന് ഇങ്ങനെയൊരു മാറ്റം, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അവൻ പറഞ്ഞതോർത്ത് അവളിൽ പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. ഭവ്യ പോകാൻ തയ്യാറാവുന്നത് കണ്ട് യാമിയും ബാഗുമായി എഴുന്നേറ്റു. എങ്ങനെയും അവൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിച്ചിരുന്ന അവൾക്ക് അത് ആശ്വാസമായിരുന്നു. ഭവ്യയുടെ കൈയും പിടിച്ച് അവൾ വേഗത്തിൽ നടന്നു. അവളുടെ പ്രതികരണം കണ്ടു നിന്ന അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പണ്ടത്തെ അതേ പുഞ്ചിരി. അയാളെ എത്രയും വേഗം അറിയിക്കണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. അവൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നടന്നു. ഗേറ്റിനു മുന്നിലെ ദേവൻ നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു. ഭവ്യയോട് യാത്ര പറഞ്ഞ് അവൾ ദേവനടുത്തേക്ക് നടന്നു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ അടുത്തേക്ക് വന്ന സിദ്ധു അവളെ കണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. താൻ ബസ്സിനാണോ പോകുന്നത്? പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അല്ല, വിളിക്കാൻ വരൂ, അവൾ പറഞ്ഞുകൊണ്ട് ദേവന്റെ അടുത്തേക്ക് നീങ്ങി. ദേവൻ അവളെയും പിന്നാലെ വരുന്ന സിദ്ധുവിനെയും കണ്ടിരുന്നു. കാലുകൾ അറിയാതെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. യാമി? അവളുടെ മുന്നിൽ വന്നതെന്നുകൊണ്ട് അവൻ ചോദിച്ചു. ഇതാരാ, ബ്രദറാണോ? സിദ്ധു ദേവനെ കണ്ട് ചോദിച്ചത് കേട്ട് അവൾ ചിരിയടക്കിക്കൊണ്ട് ദേവനെ നോക്കി. അവൻ്റെ ഭാവം മാറുന്നത് കണ്ട് അവളിൽ ഭയം പൊട്ടിമുളിച്ചു. ഹായ്, ദേവപ്രയാഗ്, ഹെർ ഹസ്ബൻഡ്. ഉള്ളിലെ അമർഷം പുറത്തു കാണിക്കാതെ അവൻ സിദ്ധുവിന് നേരെ കൈനീട്ടി. അപ്രതീക്ഷിതമായത് എന്തോ കേട്ട ഭാവത്തിൽ നിൽക്കുകയാണ് സിദ്ധു. അവൻ്റെ കണ്ണുകൾ യാമിയിലേക്ക് തിരിഞ്ഞു. യാന്ത്രികമായി അവൻ ദേവന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. സിദ്ധാർത്ഥ് യാമിയുടെ സീനിയറായിരുന്നു, ഇപ്പോൾ കൊളീഗാണ്, അവൻ ഇടറാതെ പറഞ്ഞൊപ്പിച്ചു. അധികം സംസാരിക്കാൻ നിൽക്കാതെ അവൻ യാത്ര പറഞ്ഞു പോയിരുന്നു. തലയ്ക്ക് അടിയേറ്റ അവസ്ഥയിലായിരുന്നു സിദ്ധു. അവളെ ഇവിടെ വെച്ച് കണ്ടതൊക്കെ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഉള്ളിലെ പ്രണയം ക്യാമ്പസ് ലൈഫ് കഴിഞ്ഞതോടെ കുഴികുത്തി മൂടിയിരുന്നെങ്കിലും വീണ്ടും അവളെ കണ്ടപ്പോൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. ഡ്രൈവിങ്ങിനിടയിലും അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, മറ്റൊരാളുടെ ഭാര്യയാണ് താൻ ആഗ്രഹിച്ചത് എന്നോർക്കുമ്പോൾ അവന് സ്വയം വെറുപ്പ് തോന്നി. സിദ്ധുവിലുണ്ടായ ഭാവമാറ്റം കണ്ട് ദേവന്റെ ഉള്ളിൽ ഒരുതരം ഭയം ഉടലെടുത്തിരുന്നു. യാമിക്ക് പക്ഷേ ആശ്വാസവും സമാധാനവും തോന്നിയിരുന്നു. അവളായിട്ട് പറയാനിരുന്ന കാര്യമാണ്. എന്നാൽ അവനായിട്ട് പറഞ്ഞപ്പോഴുണ്ടായ സന്തോഷം അത് അവളിൽ നിറഞ്ഞു നിന്നു. വീട്ടിലെത്തിയതിനു ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഭവ്യയ്ക്ക് അവൾ മെസ്സേജ് അയച്ചു. രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം ഉമ്മറത്തിരുന്ന് ഫോൺ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചും താഴ്ത്തിപ്പിടിച്ചും റേഞ്ച് വരുത്തുകയാണ് ആദി. നിനക്കത് വേണ്ടെങ്കിൽ എനിക്ക് തന്നേക്ക്, ദേവു അവൻ്റെ പ്രവൃത്തി കണ്ടു പറഞ്ഞു. അവൾക്ക് മറുപടി കൊടുക്കാതെ അവൻ വീണ്ടും ജോലി തുടർന്നു. നിനക്ക് ഈ നട്ടപ്പാതിക്ക് എന്തിനാണ് റേഞ്ച്, സത്യം പറ. ദേവു അവനെ ചൊറിഞ്ഞു തുടങ്ങി. നീ ഒന്ന് പോയേ, അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി ആദി, ഭയങ്കര ടെൻഷനിലാണല്ലോ. യാമി അവനോട് കാര്യം തിരക്കി. അത് ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യാനാണ്, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ട് ദേവുവിൻ്റെ കണ്ണുകൾ കുറുകി. ഏത് ഫിലിം? ദേവു വീണ്ടും ഇടയിൽ കയറി. അതൊരു സോംബി ഫിലിമാണ്, അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ്, സോംബി ഫിലിംസ് ആണോ? എനിക്ക് കൂടി താടാ പ്ലീസ്. എടാ, ദേവു സോപ്പിടുന്നത് കേട്ട് യാമി അന്തം വിട്ടു. ഇവരൊക്കെ എന്താ ഇങ്ങനെ? അവൾക്ക് മറുപടി കൊടുക്കാതെ അവൻ വീണ്ടും ജോലി തുടർന്നു. നിനക്ക് ഈ നട്ടപ്പാതിക്ക് എന്തിനാണ് റേഞ്ച്, സത്യം പറ. ദേവു അവനെ ചൊറിഞ്ഞു തുടങ്ങി. നീ ഒന്ന് പോയേ, അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി ആദി, ഭയങ്കര ടെൻഷനിലാണല്ലോ. യാമി അവനോട് കാര്യം തിരക്കി. അത് ഒരു ഫിലിം ഡൗൺലോഡ് ചെയ്യാനാണ്, അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞത് കേട്ട് ദേവുവിൻ്റെ കണ്ണുകൾ കുറുകി. ഏത് ഫിലിം? ദേവു വീണ്ടും ഇടയിൽ കയറി. അതൊരു സോംബി ഫിലിമാണ്, അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ്, സോംബി ഫിലിംസ് ആണോ? എനിക്ക് കൂടി താടാ പ്ലീസ്. എടാ, ദേവു സോപ്പിടുന്നത് കേട്ട് യാമി അന്തം വിട്ടു. ഇവരൊക്കെ എന്താ ഇങ്ങനെ? കാലുവരെ സോഫയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കക്ഷി. പാവം, പേടികൊണ്ടാണെന്നേ. ദേവനും അവളും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നത് പേടിയുടെ ഇടയിലും അവൾ അറിഞ്ഞിരുന്നു. ഒരു തരത്തിൽ അത് അവൾക്ക് ആശ്വാസമായിരുന്നു. ഒരു കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അവളും ഫിലിം കണ്ടു. ഇടയ്ക്ക് എപ്പോഴോ കാലിലൊരു തണുപ്പറിഞ്ഞവൾ ഞെട്ടി. കാലിൻ്റെ ഭാഗത്തായി നോക്കിയപ്പോൾ കണ്ടു കാലിൽ തലോടുന്ന അവൻ്റെ കൈകളെ. അവൾ പെട്ടെന്ന് കാല് പിൻവലിക്കാൻ ശ്രമിച്ചു, എങ്കിലും പറ്റിയില്ല. അവൻ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവളുടെ കാലുകൾ അവൻ്റെ മടിത്തട്ടിലായി വെച്ചു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഇരുന്നു. ഇടയ്ക്ക് അവനെ നോക്കി പേടിപ്പിച്ചും അവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയും അവൾ ഇരുന്നു. ഫിലിം കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുൻപേ അവൻ അവളുടെ കാലുകൾ സ്വതന്ത്രമാക്കി. അവൾ അപ്പോഴാണ് ഫിലിം തീർന്നു എന്നതറിയുന്നത്. അവളുടെ ശ്രദ്ധ മുഴുവൻ കാലിലായിരുന്നു. അതും നന്നായി എന്ന് ആലോചിച്ച് അവൾ ആശ്വസിച്ചു. കിടക്കാൻ നേരം അവൾ ദേവന് വേണ്ടി കാത്തിരുന്നു. കാരണം വേറൊന്നുമല്ല, ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. സോംബി വന്നാലോ?
ദേവൻ ബിസിനസിന്റെ എന്തോ കാര്യം ജിത്തുവിനോട് സംസാരിച്ചു നിൽക്കുന്നത് അവൾ കണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ വാതിലിനടുത്തേക്ക് നീണ്ടു. അവൻ വരുന്നതറിഞ്ഞ് അവൾ വേഗം കണ്ണടച്ചു കിടന്നു. കാത്തിരുന്നത് അറിയരുതല്ലോ. അവളെ ഒന്ന് നോക്കി അവനും കിടന്നു. പിറ്റേന്ന് യാമിയും ഭവ്യയും ക്യാൻറ്റീനിലിരിക്കുമ്പോഴാണ് സിദ്ധു അവരുടെ അടുത്തേക്ക് വരുന്നത്. യാമിയുടെ എതിരെയുള്ള കസേരയിലിരുന്ന് അവൻ അവളെ നോക്കി. മാര്യേജ് കഴിഞ്ഞ വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല, അവൻ പറഞ്ഞു തുടങ്ങി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഫാമിലി ബിസിനസ് ഉണ്ട്. കയ്യിലിരുന്ന കട്ടൻ ഒരു ഇറക്ക് കുടിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റായി പോയി അല്ലേടോ? അവൻ്റെ വാക്കുകളിൽ അവ്യക്തമായത് എന്തോ ഒളിഞ്ഞു കിടക്കുന്നതായി തോന്നി അവൾക്ക്. ഏയ്, സിദ്ധാർത്ഥ് നേരത്തെ വന്നിരുന്നെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ആൻഡ് ഓൾസോ ഞങ്ങളുടേതൊരു പക്ക ലവ് മാരേജ് ആയിരുന്നു. നിറഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞതിന് മറുപടിയായി അവനും ഒരു വാടിയ പുഞ്ചിരി നൽകി. തിരികെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ ഭവ്യ യാമിയെ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ഒരു ഭാവമാറ്റവുമില്ല. സിദ്ധാർത്ഥ് അത്രയും എക്സ്പെക്റ്റ് ചെയ്ത് കാണില്ല. ഭവ്യ പറഞ്ഞത് യാമിയും സമ്മതിച്ചു. അവൻ്റെ ചങ്ക് തകർത്തെറിഞ്ഞു കളഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം അയാളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരാൻ പാടില്ല. അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഭവ്യയ്ക്കും തോന്നി. വൈകുന്നേരം ദേവവും ആദിയും എന്തോ ആവശ്യത്തിനായി ടൗണിലേക്ക് പോയിരുന്നു. മായയും യാമിയും കിച്ചൂട്ടനും നടുമുറ്റത്തായി ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. കിച്ചൂട്ടൻ്റെ കുറുമ്പും വാശിയുമാണ് വിഷയം. ദേവനും കിച്ചൂട്ടനെ പോലെ കുറുമ്പനായിരുന്നു. മായ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്ത് പറഞ്ഞു. ശ്രദ്ധയോടെ അതെല്ലാം കേട്ട് അവളിരുന്നു. ഇത്രയും ദേഷ്യമൊന്നുമില്ലായിരുന്നു. അതൊക്കെ കുറച്ചു കാലം മുൻപ് മുതൽ തുടങ്ങിയതാണ്. താൻ എന്താണ് പറഞ്ഞു തുടങ്ങിയതെന്ന് പിന്നെയാണ് മായയെ ഓർത്തത്. വേദന നിറഞ്ഞ യാമിയുടെ മുഖം കണ്ട് അവർ വല്ലാതെയായി. മോളെ, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ? മായ മുഖപുരയോടെ ചോദിച്ചത് കേട്ട് അവളുടെ കണ്ണുകളിൽ സംശയം തങ്ങി നിന്നു. ദേവനോട് ദേഷ്യമാണോ? മോളോട് അങ്ങനെയൊക്കെ? മായയുടെ ചോദ്യം ഞെട്ടലോടെയാണ് അവൾ കേട്ടത്. അമ്മ എങ്ങനെ അറിഞ്ഞു എന്നത് അവളിൽ സമസ്യയായി നിറഞ്ഞു. എന്നോട് അവനെല്ലാം പറഞ്ഞു. പതിയെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അമ്മ അവൻ ചെയ്തതിനെ ന്യായീകരിക്കില്ല. എന്നാലും അവൻ്റെ സാഹചര്യം, അവൻ്റെ മാനസികാവസ്ഥ, അതൊക്കെ കാരണമാണ്. എനിക്കറിയാം അമ്മേ. ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല അമ്മേ. വിഷമം തോന്നിയിട്ടുണ്ട് ദേവേട്ടൻ്റെ അവസ്ഥയാലോചിച്ച്. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? വീണ്ടും വീണ്ടും നിറയുന്ന കണ്ണുകൾ തുടച്ചു നീക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. എന്തിന്? ഒരിക്കലുമില്ല. അല്ലെങ്കിലും മോളോട് എന്തിനാ ദേഷ്യം? മോൾ എന്ത് ചെയ്തു? കണ്ണുനീർ ഒഴുകിയിറങ്ങിയ അവളുടെ കവിൾത്തടത്തെ തഴുകിക്കൊണ്ട് അവർ പറഞ്ഞു. അത് കേട്ട് അവളൊന്ന് നീങ്ങിക്കൊണ്ട് മായയെ കെട്ടിപ്പിടിച്ചു. ചെയ്തെന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ എൻ്റെ അപ്പ അല്ലേ അമ്മേ? ഞങ്ങളെ നെഞ്ചോട് അടക്കി പിടിച്ച് വളർത്തിയ മനുഷ്യനാണ്. ദേവേട്ടൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ കാണുമ്പോൾ എനിക്ക് പേടി തോന്നും. എൻ്റെ അപ്പായെ, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കേട്ട് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ മായ നിന്നു. പുറത്ത് കാർ വന്നു നിന്ന് ശബ്ദം കേട്ട് യാമി അവരിൽ നിന്നും വിട്ടുമാറി. യാമിയുടെയും ദേവന്റെയും വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും യാമിയുടെ അകൽച്ച കൂടി വരുന്നതായി ദേവന് തോന്നി. എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും അതൊന്നും വിജയം കാണുന്നില്ല എന്നത് അവനെ വിഷമിപ്പിച്ചു. ഇതൊക്കെ കണ്ട് തുള്ളിച്ചാടുന്ന മനസ്സുമായി യാമി വളരെ ഹാപ്പിയായി മുന്നോട്ട് പോയി. ഈ മാസം അവസാനമാണ് നന്ദുവിൻ്റെ വിവാഹം. മായ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. നന്ദു എന്ന നന്ദന കൃഷ്ണദേവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളാണ്. നമ്മളപ്പോൾ എന്നാണ് പോകുന്നത് അമ്മേ? ദേവു സന്തോഷത്തോടെ ചോദിച്ചു. എല്ലാവരുടെയും ലീവൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാം. എന്തായാലും അടുത്ത ആഴ്ച തന്നെ പോകണം. കൃഷ്ണദേവ് പറഞ്ഞത് എല്ലാവരും സമ്മതിച്ചു. ഇങ്ങനെയുള്ള യാത്രകളൊന്നും അവൾ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ടാവാം ദേവന്റെ തറവാട്ടിലേക്ക് പോകുന്നതോർത്ത് യാമിയിലും ആകാംക്ഷ നിറഞ്ഞു. ലീവൊക്കെ ശരിയാക്കി വരുന്ന ആഴ്ച തന്നെ അവർ പാലക്കാട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. എല്ലാവരും പെട്ടി പാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പോകാൻ തീരുമാനിച്ച ദിവസം നീതുവിനും ജിത്തുവിനും ഒപിയുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും കിച്ചൂട്ടനും പിറ്റേന്നായിട്ട് അങ്ങ് എത്താമെന്ന് തീരുമാനിച്ചു. നാളെ അതിരാവിലെയാണ് അവരെല്ലാവരും പാലക്കാട്ടേക്ക് പോകുന്നത്. യാമിയും ദേവവും നാളെ ഇടാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് വെക്കുന്നത് കണ്ട് ആദ്യം അതിശയിച്ചു. എല്ലാം എടുത്തു വെച്ചു എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തിയതിനു ശേഷം യാമി ഉറങ്ങാനായി കടന്നു. ഇനി ബാക്കി അംഗം അവിടെയാണ്, നമ്മുടെ തറവാട്ടിൽ.